ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള ഒരു നെയിം കട്ട് ഉപയോഗിച്ചിട്ട് ഗ്ലിറ്റർ ലെതർ ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അലിഗേറ്റർ ക്ലിപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഗ്ലിറ്റർ ലെതർ ഷീറ്റാണ് നമ്മൾ എടുക്കുന്നത്. ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്, ലെതർ ഷീറ്റും ഫോം ഷീറ്റും ഒന്നാണെന്ന്. രണ്ടും ഒന്നല്ല, രണ്ടും എൻറ്റയർലി രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന മെറ്റീരിയലും നമ്മൾ അറിയില്ല. അതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ്. ഓക്കെ, ഫോം ഷീറ്റിൻ്റെ ഗ്ലിറ്റർ എന്താ പറയുക, ഒരു മെറ്റീരിയൽ അല്ല ലെതർ ഷീറ്റിൽ. ഓക്കെ, ലെതർ ഷീറ്റ് നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല റേറ്റും വരുന്ന മെറ്റീരിയലാണ്. ഓക്കെ, ഇത് ഞാൻ ഹെയർ ബോ ചെയ്യുമ്പോൾ ഞാൻ മെഷർമെൻറ്റ് എടുക്കാതെയാണ് ഇതേപോലുള്ള ബോസ് ചെയ്യാറുള്ളത്. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത്. കാരണം ഞാൻ അങ്ങനെ നെയിം വെച്ച് ഹെയർ ബോ ചെയ്യുന്ന സമയത്ത് ആ ഒരു നെയിമിന് എത്രമാത്രം ലെങ്ത്ത് വേണം, എത്രമാത്രം വീതി വേണം എന്നുള്ളത് നോക്കിയിട്ടാണ് എടുക്കാറുള്ളത്. പക്ഷേ ഇതിൽ ചെയ്യുന്ന ഒരു കട്ടിൻ്റെ ലെതർ ഷീറ്റിൻ്റെ കട്ടിൻ്റെ ലെങ്ത്തും എന്താ പറയുക വിഡ്ത്തൊക്കെ ഞാൻ പറഞ്ഞു തരാം. കാരണം ട്യൂട്ടോറിയൽ ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെ ഷെയർ ചെയ്യണമല്ലോ. ഒരു 8 സെൻറ്റിമീറ്റർ വീതിയിലും 11 സെൻറ്റിമീറ്റർ നീളത്തിലുമാണ് നമ്മൾ ലെതർ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലുള്ള ബോ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 250 രൂപയ്ക്ക് 3 നെയിം കട്ട്സും അതേപോലെ തന്നെ 2 പീസ് ഓഫ് ലെതർ ഷീറ്റ്സും അതുപോലെ തന്നെ ഒരു ക്ലോത്ത് പീസും അലിഗേറ്റർ ക്ലിപ്പും വെച്ചിട്ട് ബീഡ്സും ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ കിറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഒരുപാട് പേര് നമ്മുടെ ഇന്ന് ആ ഒരു കിറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു മേക്കിംഗ് വീഡിയോസ് എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് എന്തായാലും പെട്ടെന്ന് ഞാൻ ഷെയർ ചെയ്യാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, പിന്നെ പറയാനുള്ള കാര്യം, ഇതുപോലെ ഫ്രില്ലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ബോ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ റെഗുലറായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും, ഗീവ് അവേയുടെയും അതേപോലെ തന്നെ ഫ്രീ കിറ്റിൻ്റെയും കാര്യം ഞാൻ ഓൾറെഡി ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് നമ്മുടെ വീഡിയോസ് തന്നെ ലൈക്ക് ചെയ്യുക, വ്യൂ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിൽ നിന്നും സെലക്ട് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ഗീവ് അവേ കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇതിൻ്റെ മെഷർമെൻറ്റാണ് ഒരു അപ്രോക്സിമേറ്റ്ലി 11 to 11.5 സെൻറ്റിമീറ്റർ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 8 സെൻറ്റിമീറ്റർ വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഫോൾഡ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും, എത്രമാത്രം ലെങ്ത്ത് എടുക്കും. ഞാൻ നോർമലി അങ്ങനെ മെഷർമെൻറ്റ് എടുത്ത് ചെയ്യാറില്ല. ആ ഒരു നെയിമിന് എത്രമാത്രം വേണം, ക്ലോത്ത് ആണെങ്കിലും അങ്ങനെ ഫോൾഡ് ചെയ്ത് നോക്കിയിട്ടാണ്. കാരണം ഇടയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഒരു കസ്റ്റമർ ഇതേപോലെ നെയിം കട്ട് വാങ്ങി ബോ ചെയ്ത് എനിക്ക് ഫോട്ടോ അയച്ച ടൈമിൽ ഞാൻ പറഞ്ഞു ബോയുടെ സൈസ് കുറച്ച് കുറഞ്ഞിരുന്നെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. ഇതിവിടെ വിട്ടുപോയി. ഇത് ഇങ്ങനെ ആ ഒരു ബോർഡ് സെൻറ്ററിൽ നമ്മൾ ആ ഒരു ക്ലോത്തിൽ ചെയ്ത അതേ പ്രൊസീജിയറായിട്ടോ ചെയ്യണത്. നൂല് വെച്ച് കെട്ടിക്കൊടുക്കുക ചെയ്യണത്. അതിന് ശേഷം ബോ സെൻറ്റർ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഞാൻ നല്ല രീതിക്ക് പറഞ്ഞതാണ്. എനിക്ക് കണ്ടപ്പോൾ ബോ സൈസ് കുറച്ച് കുറയ്ക്കാമായിരുന്നു എന്നുള്ളത് പറഞ്ഞു. ആളെനിക്ക് അപ്പോൾ അയച്ച റിപ്ലൈ എന്ന് പറയുന്നത്, നിങ്ങളോട് ഞാൻ സൈസ് ചോദിച്ചിട്ട് പറഞ്ഞു തരാത്തത് കാരണമല്ല ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ എനിക്ക് മെസ്സേജ് ചെയ്തു. എന്നോട് ആളിങ്ങനെ ചോദിക്കണ്ട എത്ര മെഷർമെൻറ്റ് എടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഭാഗത്തുള്ള കാര്യം പറയുന്നത്, ഞാൻ മെഷർമെൻറ്റ് എടുക്കാറില്ല. സത്യമായിട്ട് പറയാറില്ല, ഞാൻ മെഷർമെൻറ്റ് എടുക്കാറില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നപ്പോൾ, ഒരു മെസ്സേജ് വന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമമായി. കാരണം നമ്മൾ ഇത്രയും എല്ലാവർക്കും ഊഹിക്കാം, ഇങ്ങനെ ഒരു നെയിം കട്ടും അതുപോലെ തന്നെ എത്ര പീസ് ഓഫ് ലെതർ ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ച് 250 രൂപയ്ക്ക് ഒരു കിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിന് മുന്നേ എനിക്ക് ആ ഒരു സെയിം കസ്റ്റമറിൽ നിന്ന് ഒരുപാട് നഷ്ടമുണ്ടായി. എന്നിട്ടും എന്താ കാര്യം എന്നുള്ളത് ഞാൻ പറയാൻ ഉദ്ദേശിക്കില്ല. എൻ്റെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് കാരണം, ആളുടെ ഭാഗത്തുനിന്നുള്ള ക്യാൻസലേഷൻ കാരണം എനിക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഞാൻ നമ്മുടെ കസ്റ്റമർ അല്ലേ എന്നുള്ള പിന്നെയും ഇങ്ങനൊരു മെസ്സേജ് കണ്ട സമയത്ത് എനിക്കത് ഹേർട്ടായി. എനിക്ക് പെട്ടെന്നല്ല, എനിക്ക് അങ്ങനത്തെ മെസ്സേജസോ നെഗറ്റീവ് കമൻറ്റോ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു ഹേർട്ടാവും. പിന്നെ ഞാൻ ആലോചിക്കും അതിലൊന്നും ഇപ്പോൾ വലിയ കാര്യമില്ല എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ മുഖത്തടിച്ച പോലെ നിങ്ങൾ സംസാരിക്കാതിരിക്കുക. ഓക്കെ, കാരണം എന്നോടൊന്നും മാത്രമല്ല വേറെ ആരാണെങ്കിലും അങ്ങനെ സംസാരിക്കാതിരിക്കുക. അത് അവർക്ക് കൂടുതൽ ഹേർട്ടാവും. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ബോ സെൻറ്റർ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെയുള്ള അലിഗേറ്റർ ക്ലിപ്പിൽ ഗമ്മ ഒട്ടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം ആ ഒരു ബോ സെൻറ്റർ എക്സ്ട്രാ വരുന്ന പീസസ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ആ ഒരു അലിഗേറ്റർ ക്ലിപ്പിൻ്റെ അകത്തോട്ടാക്കിയിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നോട് മാക്സിമം ഡൗട്ട് ചോദിക്കുന്നവരെ ഡൗട്ട്സൊക്കെ എന്നെ കൊണ്ട് കഴിയാവുന്ന അത്ര ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ബോ മേക്കിങ്ങിൻ്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിന് ജോയിൻ ചെയ്യാം. മാക്സിമം ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന ഡൗട്ട്സൊക്കെ മെസ്സേജ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അറിയാം. ഓരോരുത്തർ റേറ്റിൻ്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ പോലും, അതായത് അവർ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ അയച്ചെന്ന് എന്താ പറയുക, അതിന് എത്ര റേറ്റ് ഇടാമെന്ന് ചോദിക്കുമ്പോഴടക്കം ഞാൻ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ വീഡിയോസ് എന്ന് പറയുന്നത് നമുക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നെയിം കട്ടിൽ ഞാൻ B7000 ഗം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ B6000 ഏതാണ് അവൈലബിൾ എങ്കിൽ ആ ഒരു ഗം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും ഈ ഒരു B7000, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിക്കാം. ഓക്കെ, പിന്നെ എന്താ പറയുക, മെയിനായിട്ട് തന്നെ പറയാനുള്ളത്, നിങ്ങളൊരു എന്താ പറയുക, വെറുതെ ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ മെസ്സേജ് ചെയ്യാൻ എനിക്കൊന്നും മാത്രമല്ല ആർക്കും. പിന്നെ നമുക്കിങ്ങനെ ഇപ്പോൾ ഓൺലൈൻ ബിസിനസ് ആയതുകൊണ്ട് അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ഉള്ള കാരണം കുഴപ്പമില്ല. പക്ഷെ ഒരാൾക്കും അങ്ങനെ മെസ്സേജ് ചെയ്യാതിരിക്കുക. ഓക്കെ, എൻ്റെ മിസ്റ്റേക്ക് കാരണമല്ല നിങ്ങളുടെ ഹെയർ ബോ കേട് വരുന്നത്. നിങ്ങളത്, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, അവർ ബോ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് നിങ്ങൾ നെയിമിന് കറക്റ്റാണോ നോക്കിയതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കുക. അത്ര എനിക്കിപ്പോഴും പറയാനുള്ളൂ. കാരണം ഓരോ നെയിമിൻ്റെ സൈസ് അനുസരിച്ച് ഈ ബോർഡ് സൈസിലും ഡിഫറൻസ് വരുത്താം. അതിനുശേഷം ഈ ഒരു നെയിമിൻ്റെ പുറത്തൊരു സ്റ്റിക്കർ പോലത്തെ ഒരു മെറ്റീരിയൽ അതെടുത്ത് കളഞ്ഞാലാണ് നിങ്ങൾക്ക് ആ ഒരു ഗ്ലേസിങ് കിട്ടുള്ളൂ കേട്ടോ. വേറെ 1-2 കസ്റ്റമേഴ്സിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു നെയിമിന് ഫോട്ടോയിൽ കണ്ടത്ര ഗ്ലേസിങ് ഇല്ല എന്നുള്ളത്. ആ ഒരു സ്റ്റിക്കർ നിങ്ങൾ എടുത്ത് കളയണം. അത് ഞാൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ വാങ്ങുന്നവരാണെങ്കിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ആവുക കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. താങ്ക്